വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം ആശുപത്രി പടിക്കൽ ആരംഭിച്ചു. വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട്. ജെറിൻ, തോട്ടമേഖലയിലെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. സമരം എങ്ങനെ പുരോഗമിക്കുന്നു? തോട്ടം മേഖലയുടെ പ്രധാന ആശ്രയമായ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ ഫാർമസിസ്റ്റ്, നഴ്സുമാർ എന്നിവയെല്ലാം സേവനം ഉറപ്പാക്കുക എന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം മുൻപോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉപവാസ സമരം നടത്തുന്നത്. ആശുപത്രി പടിക്കൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉപവാസ സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5 വരെയാണ് ഈ ഉപവാസ സമരം ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ആശുപത്രിയിൽ നിരവധി കെട്ടിടങ്ങളൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടില്ല. ഓരോ വാർഡുകളിലാകട്ടെ കിടക്കകൾ അടക്കമുള്ളവരുടെ വളരെ പരിമിതമായ കിടക്കകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സേവനം നോക്കുകയാണെങ്കിൽ 7 ഡോക്ടർമാർ വേണ്ട സ്ഥാനത്ത് നിലവിൽ 3 പേർ മാത്രമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകളൊക്കെ ആകട്ടെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചും ആരോഗ്യവകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്നിവരെ കോൺഗ്രസ് പ്രവർത്തകർ നേരിൽ കണ്ടു. ഈ ആശുപത്രിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മുൻപോട്ട് ഇവർ ആവശ്യം ഉന്നയിച്ചു. എന്നാൽ ഇതിനൊന്നും ഒരു പരിഹാരം കാണാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നിലവിൽ ഈ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവുമായി ഇവർ മുൻപോട്ട് വരുന്നത്. നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ മഴ പോലും വളരെയധികം കൂടുതലാകുന്ന ഒരു സാഹചര്യം, അപ്പോൾ തന്നെ പകർച്ചവ്യാധികളും അധികം കടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡെങ്കിപ്പനി അടക്കമുള്ള പനി അതോടൊപ്പം തന്നെ മറ്റു പകർച്ചവ്യാധികളൊക്കെ തോട്ടം മേഖലയിലൊക്കെ വ്യാപകമായി വരുന്ന സാഹചര്യത്തിൽ ഈ ആശുപത്രിക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളും ഡോക്ടർമാരുടെ സേവനവും ഉറപ്പാക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത്. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം ഒരു ആവശ്യമല്ല, തോട്ടം മേഖലയുടെ തന്നെ ഒരു പ്രധാന ആവശ്യമാണ്. നമ്മൾ പോലും പലതവണ ഈ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതവണ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി ഈ ആശുപത്രിക്ക് ഫണ്ട് നൽകുന്നു, അല്ലെങ്കിൽ എം.എൽ.എ. ഉൾപ്പെടെ ഇതിന് കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും ആശുപത്രിയിലേക്ക് ഈ കാര്യങ്ങളൊന്നും എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗം തന്നെ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതിനുപരി 24 മണിക്കൂറും ഇവിടെ ഡോക്ടർമാരുടെ സേവനം ഉണ്ടാക്കണമെന്നൊരു കാര്യമാണ് മുമ്പോട്ട് വെക്കുന്നത്. പലതവണ അപകടങ്ങൾ ഉണ്ടായപ്പോൾ പോലും രാത്രിയിലൊക്കെ ഇവിടെ രോഗികളെ എത്തിച്ചിട്ട് ഇവിടുന്ന് മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പലതവണ ഒരു മരണം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പ്രതിഷേധമാണ് തോട്ടം മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തെ കോൺഗ്രസ് പ്രധാനമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ഉപവാസ സമരം ഇവിടെ നടത്തുന്നത്. പ്രധാനമായും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുക, 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉറപ്പാക്കുക, മറ്റ് ആശുപത്രിയുടെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം ശരിയായിക്കൊണ്ട് ഇവിടുത്തെ ജീവനക്കാർക്ക് പ്രവർത്തിക്കാനുള്ള ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക എന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ഉപവാസ സമരം അവസാനിക്കും.